أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. MS വോയിസിന്റെ ഖുർആൻ പഠന ക്ലാസിന്റെ 64ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ബോർഡിൽ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറത്ത് നബ മുതൽ ഇങ്ങോട്ട് പഠിച്ചു വന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സൂറത്ത് ളുഹയാണ്. അര ജുസയിലേറെ നമ്മൾ ബോർഡിൽ എഴുതി പഠിച്ചു കഴിഞ്ഞു. ഏറെക്കുറെ നിങ്ങൾക്കൊക്കെ ഖുർആൻ ഓതാൻ ലെവലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുടക്കക്കാരായി ആരെങ്കിലും ഈ വീഡിയോ കണ്ടു വന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറബി അക്ഷരങ്ങളൊക്കെ ശരിക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയുമെങ്കിൽ മാത്രമേ ഈ വീഡിയോയുമായി മുന്നോട്ട് പോകാവൂ. അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയുമെങ്കിൽ ഇതിന്റെ 1ാമത്തെ എപ്പിസോഡ് കാണണം. ക്ലാസ് 1 ഫാത്തിഹ 1ഉം 2ഉം ഫാത്തിഹ എഴുതി പഠിപ്പിക്കുന്നതാണ്. 3ാമത്തെ ക്ലാസ് സൂറത്ത് നബ മുതൽ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നതാണ്. അറബി അക്ഷരങ്ങൾ എഴുത്തും വായനയും അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ക്ലാസ് കണ്ട സമയം കളയരുത്. ആദ്യം എന്ത് ചെയ്യണം? അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിക്കണം. ഇപ്പൊ വയസ്സ് കുറെ ആയി, എന്നെ കൊണ്ട് എഴുതാനൊന്നും പഠിക്കാൻ പറ്റൂല എന്നൊരു തോന്നലുണ്ടെങ്കിൽ എഴുത്ത് ഒഴിവാക്കാം, വായിക്കാൻ പഠിക്കണം. അറബി അക്ഷരങ്ങൾ ശരിക്ക് കൂട്ടി വായിക്കാൻ പഠിക്കണം. 70 വയസ്സായവരൊക്കെ നമ്മളെ ഈ ഖുർആൻ ക്ലാസ്സിലൂടെ അറബി അക്ഷരങ്ങൾ എഴുതി വായിച്ച് പഠിച്ച് ഖുർആൻ ഓതി വിടുന്നവരുണ്ട്. വാട്സപ്പിൽ ഓതി വിടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും.
കുറച്ച് നാളൊക്കെ വരെ. അത് കഴിഞ്ഞാൽ റഹീമൊക്കെ പിന്നെ അതിന്റെ ആവശ്യമില്ല, ഒരു സ്വന്തം നോക്കിക്കോളും. ഇപ്പൊ ഹാബിൽ ഉസ്താദിന്റെ ഖിറാത്ത് ഇതിലുണ്ട്. അപ്പൊ ആ ഉസ്താദിന്റെ ഖിറാത്ത് കേട്ട് നമ്മൾ ഓത്താണ് പഠിച്ചാൽ മതി. പിന്നെ അതിലിപ്പോ വല്ലാണ്ട് തെറ്റൊന്നും ഉണ്ടാവില്ലല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ അറബി അക്ഷരങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അറബി അക്ഷരങ്ങൾ എഴുത്തും വായനയും പഠിക്കാനുള്ള വീഡിയോകളുണ്ട്. അത് വഴിയായിട്ട് കാണണം. കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. 286 നമ്പറിൽ, 1700 നമ്പറിലല്ല, ലാസ്റ്റ് 286 നമ്പറിൽ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ലിങ്കുകൾ ഇൻഷാ അല്ലാഹ് വിട്ടിരുന്നതായിരിക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. ഇപ്പൊ മദ്രസ ഒക്കെ തുറന്നിരിക്കുകയാണ്. മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കൽ നമ്മൾ ഉദ്ദേശമല്ല. കാരണം അവർക്ക് പഠിപ്പിക്കാൻ മദ്രസയിൽ ഉസ്താദുമാരുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മദ്രസയിലെ ആ പഠിക്കുന്ന അക്ഷരങ്ങളുടെ പാഠങ്ങൾ മദ്രസയിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷമേ നമ്മളെ MSOS കൂടിയേ കാണാൻ പാടുള്ളൂ. ഉദാഹരണം, 1ാമത്തെ ക്ലാസ് നമ്മൾ അലിഫ് പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അലിഫ്. 2ാമത്തെ ക്ലാസ് ഈ പഠിപ്പിക്കുന്നുണ്ട്, അല്ല ഊ പഠിപ്പിക്കുന്നുണ്ട്. 3ാമത്തെ ക്ലാസ് മീമ് പഠിപ്പിക്കുന്നതാണ്. അപ്പോ മീമ് മദ്രസയിൽ എടുത്ത് കഴിയാതെ, ഉസ്താദ് പഠിപ്പിച്ച് കഴിയാതെ MSOS മീമാരും കാണരുത്, മീമിന്റെ ക്ലാസ് കാണരുത്. മനസ്സിലായി? അടുത്തത് ദാലാണ്. ദാല് മദ്രസയിൽ പഠിച്ചതിന് ശേഷം ദാല് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ, ദാലിന്റെ ക്ലാസ്. കാരണം അത് മദ്രസയിൽ നിന്ന് തന്നെ കിട്ടണം. ആ പഠിപ്പിക്കലിന്റെ ശൈലിയും രീതിയും ആ മദ്രസയിൽ നിന്ന് തന്നെ കുട്ടി ആദ്യം കേൾക്കണം. അതിനുശേഷം നിങ്ങൾ MSOSമായി വീഡിയോ കണ്ടോളൂ, കുഴപ്പമില്ല. ഫസ്റ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഗുരുമുഖത്ത് നിന്നാണ് കുട്ടികൾ ഈ അക്ഷരങ്ങൾ കണ്ടും കേട്ടും എഴുതിയൊക്കെ പഠിക്കേണ്ടത്. അതിനുശേഷം ഒരു സഹായി എന്നുള്ള നിലയ്ക്ക് MSOS ഒക്കെ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഓക്കെ. പിന്നെ പഠനത്തിൽ പിറകിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ, 1ൽ 2 കൊല്ലം തോറ്റു, 2ൽ 2 കൊല്ലം തോറ്റു, കുട്ടിക്ക് അക്ഷരങ്ങളൊന്നും അറിയില്ല, ഇനിയിപ്പോ എന്താ കാട്ടാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നവരുണ്ടാകാം. കാട്ടാനൊന്നുമില്ല. തൊട്ടടുത്തുള്ള മദ്രസയിലെ സദർ മുഅല്ലിമിനെ പോയി ചെന്ന് കണ്ട് ഉസ്താദിനോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഈ കുട്ടിക്ക് എഴുത്തും വായനയും മാത്രം പഠിപ്പിക്കുക, അറബി അക്ഷരങ്ങൾ എഴുത്തും വായനയും മാത്രം പഠിപ്പിക്കാൻ വേണ്ടി ട്യൂഷൻ എടുക്കാൻ വേണ്ടി പറയണം ഉസ്താദിനോട്. അതിന് നിങ്ങൾ സ്കൂളിന്റെ കൊടുക്കുന്നത് പോലെ 100 രൂപ 200 രൂപ ഒന്നും കൊടുത്താൽ പോലെ, അതിനനുസരിച്ചുള്ള കൊടുക്കണം. ഒരു 3-4 മാസം പഠിപ്പിച്ചാൽ കുട്ടി രക്ഷപ്പെടും. അപ്പോ ആദ്യം അറബി അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അറബി മലയാള അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം. അറബി അറിയാത്തവന് എങ്ങനെ അറബി മലയാളം പഠിപ്പിക്കുക? അറബിനേക്കാൾ ടഫാണ് അറബി മലയാളം. അപ്പൊ അറബിയാണ് ആദ്യം പഠിക്കണം. ബേസിക് അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയണം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് ആ ഉസ്താദുമാരെ വീട്ടിലേക്ക് വരുത്തിയിട്ടോ അല്ലെങ്കിൽ ഉസ്താദുമാരുള്ളിടത്ത് മക്കളെ കൊണ്ടാക്കി കൊടുത്തിട്ടോ നിങ്ങളുടെ കുട്ടിക്ക് മാത്രമായിട്ട് എഴുത്തും വായനയും പഠിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തണം. വേറെ കുട്ടികളുണ്ട്, ആ കുട്ടികളെ കൂടെ വിട്ടിട്ട് കാര്യമില്ല. ഈ കുട്ടീനെ സ്വന്തമായിട്ട് തന്നെ ഇരുത്തി പഠിപ്പിക്കണം. ചിലപ്പോൾ കൈ പിടിച്ച് എഴുതി പഠിപ്പിക്കണം, അവിടെ ഇരുത്തിരുന്ന് പഠിപ്പിക്കണം, വേറെ ആരെയും ശ്രദ്ധിക്കാതെ പഠിപ്പിക്കണം. എന്നാൽ തന്നെ കുട്ടി പഠിക്കുള്ളൂ. അതുകൊണ്ട് ഒരു 2-3 മാസം നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വെച്ച് അതിനിപ്പോ എത്ര പൈസ ചെയ്യണമായാലും കുഴപ്പമില്ല. ആ കുട്ടി എഴുത്തും വായനയും പഠിച്ചു കഴിഞ്ഞാൽ കുട്ടി പഠനം മുന്നോട്ട് പോകും. അപ്പൊ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂടുതൽ വായനൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മളെ സൂറത്ത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുൽ ളുഹയാണ്. നമ്മളെ നിസ്കാരത്തിലൊക്കെ സാധാരണ ഓതാറുള്ള സൂറത്താണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ളുഹ ബോർഡിൽ എഴുതി നമുക്ക് തെറ്റുകൂടാതെ ഓതി പഠിക്കാം. തെറ്റുകൂടാതെ അതിന്റെ ശൈലിയിൽ ഓതിത്തരാൻ നമ്മൾ അഹമ്മദ് നസീബാക്കി ഉസ്താദിന്റെ ഖിറാത്ത് കേട്ട് നിങ്ങൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ളുഹ നമുക്ക് ഇവിടെ പഠിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله. ഞാനിവിടെ ഒരു അടയാളം കണ്ട അവിടെ പിന്നെ വരച്ചുണ്ടാവില്ല, അറിയില്ല. ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ എഴുതിയാ അറിയില്ല. അവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കറങ്ങുന്നുണ്ട്. 64ാമത്തെ ക്ലാസ് ആണ് നമ്മള്. ഇൻഷാ അല്ലാഹ് തുടങ്ങല്ലേ. സൂറത്തുൽ ളുഹ നോക്കൂ. ബിസ്മില്ലാഹ്. തുടക്കം ഇങ്ങനെയാണ്. വല്ളുഹ വല്ലൈലി ഇദാ സജാ. വല്ളുഹ വ അലിഫ് ലാമ് ളാദ് ഹാ യാ. വല്ളുഹ എങ്ങനെ ഓതുക? വല്ളുഹ. ളാദ് എങ്ങനെ ഉച്ചരിക്കുക? നാവിന്റെ അരു മേലെയോ താഴെയോ ഉള്ള അണപ്പല്ലുകൾ തട്ടിച്ചിട്ട് ഉച്ചരിക്കണം. വല്ളുഹ എന്ന് പറഞ്ഞ നാവ് തുറപ്പിച്ച ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഉച്ചരിക്കരുത്. വല്ളുഹ
അതിങ്ങനെ കാണിക്കുമ്പോൾ ആളെ കൊഞ്ഞനും കുത്തും ചെയ്യരുത്. കൂട്ടിയാട്ടാന്നൊക്കെ പറയും ഇങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നാവ് മാത്രം ഇടുന്ന ഇങ്ങനെ ചുണ്ടും കവളും ചെറിയൊന്നും കോടേണ്ട ആവശ്യമില്ല. നാവ് ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാൻ ഇങ്ങോട്ട് വരിക. ഇവിടുന്ന് ഉച്ചരിക്കാം എവിടുന്നാണെങ്കിലും ഉച്ചരിക്കുക. രണ്ട് സൈഡിലും തട്ടണ്ട, ഏതെങ്കിലും ഒരു ഭാഗത്ത് തട്ടിയാൽ മതി. എന്ത്? നാവിന്റെ അരു മേലെയോ താഴെയോ ഉള്ള അണപ്പല്ലുകളിൽ തട്ടിച്ചാണ് അല്ലാഹ് എന്നുള്ള അക്ഷരം ഉച്ചരിക്കേണ്ടത്. അടുത്തായത് വല്ലൈലി. എന്താ വയ്ക്കുക? വല്ലൈലി വല്ലൈലി വല്ലുഹാ വല്ലൈലി വല്ലുഹാ വല്ലൈലി ഇദാ സജാ. സീന് ജീമ് യാ. സജാ ഇവിടെ രണ്ടായിട്ട് അവസാനിച്ചു കേട്ടോ. വല്ലുഹാ വല്ലൈലി ഇദാ സജാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖുറൈശികളുടെ കാഫിരീങ്ങളായ ആളുകളുടെ ആക്ഷേപങ്ങളും കളിയാക്കലുകൾക്കൊക്കെ മറുപടി ആയിക്കൊണ്ടും സമാധാനമായിക്കൊണ്ടൊക്കെ ഇറങ്ങിയിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ളുഹ. ഇൻഷാ അല്ലാഹ്. വല്ലുഹ, ളുഹ തന്നെയാണ് സത്യം, പ്രഭാതം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ഇരുൾ മുറ്റിയ രാത്രി തന്നെയാണ് സത്യം. അങ്ങയുടെ റബ്ബ് അങ്ങയെ കൈവിട്ടിട്ടില്ല, അങ്ങയോട് കോപിച്ചിട്ടുമില്ല. ഇതാണ് അള്ളാഹ് സത്യം ചെയ്ത് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 15 ദിവസം വഹി വന്നില്ല. വഹി വരാറുണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയുടെ അടുക്കൽ വന്നില്ല. അല്ലെങ്കിൽ ഒരു ദിവസം 1, 2, 3 വട്ടമൊക്കെ ജിബ്രീൽ വന്നു പോണതാണ്. 15 ദിവസം വന്നില്ല. അപ്പോ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും വഹിയ എത്തിച്ചാൽ ഉടനെ അത് സഹാബത്തിനൊക്കെ പറഞ്ഞു കൊടുക്കും, സഹാബത്ത് മറ്റുള്ളവരിലൊക്കെ പറഞ്ഞു കൊടുക്കും. ഖുർആനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഖുറൈശികളുടെ ഇടയിലൊക്കെ സംസാരമാകും. 15 ദിവസമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം വന്നില്ല, അതുകൊണ്ട് വഹിയൊന്നും ഇറങ്ങിയില്ല, പുതിയ ഖുർആനായത്തുകളൊന്നും വന്നില്ല. അപ്പോ ഖുറൈശികൾ കളിയാക്കാൻ തുടങ്ങി, മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനോട് തെറ്റിക്കുന്നു, മുഹമ്മദിന്റെ റബ്ബ് കൈവിട്ടിരിക്കുന്നു. കാരണം ഇപ്പൊ മേലുന്ന ആളൊന്നും ഭൂതനൊന്നും വരുന്നില്ല, ഇപ്പൊ മൂപ്പരസൊന്നും ഇപ്പൊ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഖുറൈശികൾ കളിയാക്കാൻ തുടങ്ങി. മുഹമ്മദിനെ കൈവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു സത്യം ചെയ്ത് പറയാണ്, പ്രഭാതം തന്നെ സത്യം, ഇരുൾ മുറ്റിയ രാത്രി തന്നെ സത്യം. മാ വദ്ദഅക നബിയെ, അങ്ങയെ കൈവിട്ടിട്ടില്ല, വമാ ഖല, അങ്ങയോട് കോപിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ടുള്ള സൂറത്താണ്. എന്തെങ്കിലാവട്ടെ, നമുക്ക് ഇതിലേക്ക് കടക്കാം. വല്ലുഹാ വല്ലൈലി ഇദാ സജാ. അടുത്ത മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മാ വദ്ദഅക എങ്ങനെയാ? മാ വദ്ദഅക, ദാല് ശദ്ദ, ഐൻ ഇട്ടിട്ട് കാഫ്. മാ വദ്ദഅക റബ്ബുക, റബ്ബുക മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വമാ ഖല, ഖാഫ് ലാം യാ. വമാ ഖലാ ആയത് അവസാനിച്ചു. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അടുത്തത് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. വലൽ ആഖിറതു എങ്ങനെ ഇതാ? വ ല വലൽ, പിന്നെ ആഖിറത്തിന് അലിഫ് ഹംസത്തു. വലൽ ആ ഖാ റാ താ. വലൽ ആഖിറതു എന്തോതാ? വലൽ ആഖിറതു ഖൈറുൽ ലക. ഇങ്ങനെ ഇതാ ഖൈറുൻ, ഖാ ഇങ്ങനെ വന്നു, യാ ഇങ്ങനെ വന്നു, ഖൈറുൻ ലക റസദ്. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. മിന
മിനൽ ഊലാ ആയത് അവസാനിച്ചു. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. അടുത്ത ആയത്ത് വലസൗഫ യുഅ്തീക റബ്ബുക വമാ ഖലാ. വലസൗഫ കണ്ട യുഅ്തീക യാ യുഅ്തീക വലസൗഫ യുഅ്തീക റബ്ബുക ഫതല്ലാ. റബ്ബുക എങ്ങനെ എഴുതാ? റബ്ബുക ഫതല്ലാ ആയത് അവസാനിച്ചു. എന്താ വായിക്കാം? വലസൗഫ യുഅ്തീക റബ്ബുക ഫതല്ലാ. അടുത്ത ആയത്ത്. അടുത്ത് ഞാനിവിടെ ഇതാ, നിങ്ങൾ വായിക്കട്ടാ, ഓതിട്ടാ, വായിച്ചോളി. ലാമ് മീമ് യാ ജീമ്, യാന് ഫത്തഹ്, ജീമിന് സുക്കൂന്, ജീമിന് സുക്കൂനല്ല, ജീമിന് കസ്റാണ്. അലം യജിദ്, കൂടെ ജോലി ചെയ്യുന്ന ഉസ്താദിന്റെ ഒരു കോഡ് വന്നതാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? അലം യജിദ് എന്നാണ്. ജീമിന് കസ്റാണ് കേട്ടാ, ജീമിന് കസ്റാണ്. അലം യജിദ്. ഇതെന്താ വായിക്കാ? നിങ്ങൾ വായിക്കണ്ടാണല്ലോ അല്ലെ? വായിച്ചോളി. യാ താന് കസ്റ്, യാ എന്താ വായിക്കാ? മീമാണ് കേട്ടാ. നോക്കൂ, ഇവിടെ പാലിങ്ങനെ നീട്ടിയിട്ട് ഇവിടെ ഹംസ ഇട്ടുക. എന്താ വായിക്ക? അപ്പോ വായിച്ചോളി. എന്താ വായിക്ക? അലം യജിദ്ക യതീമൻ ഫആവ. ഹംസ ഇട്ടാ. ആയത് അവസാനിച്ചു. അടുത്തത് നോക്കിയോളി മക്കൾ, വായിച്ചോളി. ഉണ്ടാ നോക്കൂ. ഇതാ ഞാനത്തത് വാത് നീട്ടാന്. ലാമും ലാമിന് കൂടെ അലിഫാണ് കേട്ടാ. അപ്പൊ എന്താ വായിക്ക? വായിച്ചോളി. ഇവിടെ കേട്ടാ. പ്രത്യേക ശ്രദ്ധ. നമ്മൾ മുമ്പ് പഠിച്ചു മദ്ദിനെ കൂടുതൽ നീട്ടേണ്ട മദ്ദിന് മദ് മുത്തസിലും മുൻഫസിലും എന്ന് പറയും. മദ്ദക്ഷ ശേഷം സ്ഥിര സുക്കൂനാണ് ഇതിനുള്ളത്. സ്ഥിരമായ സുക്കൂന് ലാലൻ എന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കൂ, ലൻ സമം എന്ന് എഴുതാം. ശ്രദ്ധിട്ടിട്ട് ഇങ്ങനെ എഴുതും. അപ്പൊ ഇവിടെ നോക്കിയ ഇതാണ് മദ്ദക്ഷരം. മദ്ദക്ഷരത്തിന് സുക്കൂനാണ്. മദ്ദക്ഷരത്തിന് ശേഷം ശ്രദ്ധ വന്നാൽ എല്ലാ ശബ്ദവും ഇങ്ങനെ അയച്ചെയ്ത് എങ്ങനെയാണ്? അയച്ചെയ്തുമാ ആ അക്ഷരം രണ്ടക്ഷരം ഉണ്ടാവും, അതിലൊരക്ഷരം. അപ്പൊ മദ്ദക്ഷരത്തിന് ശേഷമുള്ള അക്ഷരം ലാമാണ്. ലാമിന്റെ മേലെ ശബ്ദുണ്ട്. ലാമിനെ അയക്കുമ്പോ ല എന്നായിരിക്കും. ഇപ്പൊ ഇന്നാണെന്ന് എഴുതിക്കോ. ഇന്ന സമം എന്താണ്? ഇനാണ്. ഉമ്മ സമം ഉമ്മയാണ്.
ഏത് ശബ്ദമുള്ള അക്ഷരത്തെയും അഴിച്ചെഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തിന് അർക്കത്തായിരിക്കും. അപ്പൊ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായി സുക്കൂന് വന്നാലും താൽക്കാലിക സുക്കൂന് വന്നാലും കൂടുതൽ നീട്ടണം. ഇവിടെ സ്ഥിരമായി സുക്കൂന് വന്നതാണ്, അപ്പൊ മദ് ലാസിമാണിത്. മദ് ലാസിമ് 4 വിധമുണ്ട്. മദ് ലാസിമ് കലിമിയ്യി മുഖഫഫ്, കലിമിയ്യി മുസഖല്. മദ് ലാസിമ് ഹർഫിയ്യി മുഖഫഫ്, ഹർഫിയ്യി മുസഖല് എന്ന് പറഞ്ഞിട്ട് 4 വിധം മദ്ദുകളുണ്ട്. അത് പിന്നീട് പഠിച്ച ഓർമ്മയിൽ പെട്ടെന്ന് നിൽക്കാത്തൊരു ക്ലാസ്സാണ് MS വോയിസിൽ മദ് ലാസിമിനെ കുറിച്ചിട്ട് ശരിക്കും വീഡിയോ ഉദാഹരണ സഹിതം ബോർഡ് എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഏതവിടെ മദ്ദക്ഷരം? ഈ അലിഫ് എന്നുള്ളതാണ് മദ്ദക്ഷരം. ഈ മദ്ദക്ഷരത്തിന് ശേഷം കണ്ട ലാമിന് സ്ഥിരമായി സുക്കൂന്. മദ്ദക്ഷരത്തിന് ശേഷം ശബ്ദ് വന്നാൽ കൂടുതൽ നീട്ടേണ്ടി വരും. ശബ്ദ് വരാന്ന് പറഞ്ഞാൽ സ്ഥിരമായി സുക്കൂനായിരിക്കും ആ അക്ഷരത്തിന്. ശബ്ദുള്ള അക്ഷരത്തിന്റെ ഒക്കെ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനായിരിക്കും. അപ്പൊ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായി സുക്കൂൻ വന്ന കാരണത്താൽ കൂടുതൽ നീട്ടേണ്ടി വരുന്ന മദ്ദിന് മദ് ലാസിമ് എന്ന് പറയും. 7 അർക്കത്ത് വരെ നീട്ടാം. അപ്പൊ ഇവിടെ നോക്കിയാൽ ശരിയായില്ലേ? അടുത്തത് ഇവിടെ നോക്കിയാൽ അടുത്ത ആയത്ത് വായിച്ചോളിട്ടാ. ഇതിവിടെ കഴിഞ്ഞു പോയതാണ്. നോക്കി ഹംസ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ നീട്ടണം. മദ് മുത്തസിലാണ് കേട്ടാ. ഏതർത്ഥത്തിൽ നീട്ടണം? ഒരു പദത്തിൽ തന്നെ വന്നില്ലേ? മദ്ദക്ഷര ഹംസ അതേ പദത്തിൽ വന്നാൽ മുത്തസിലും, മദ്ദക്ഷര ഹംസ തൊട്ടടുത്ത പദത്തിലെ ആദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ മുൻഫസിലുമാണ്. ഇവിടെ മുത്തസിലാണ്. ഇനി നോക്കൂ, വായിച്ചോളി. എന്താ ആയത് അവസാനിച്ചു. ووجدك عائلا فأغنى ووجدك عائلا فأغنى. അടുത്തത് വായിച്ചോളിന്റെ മക്കളെ. എന്താ വായിക്ക? അമ്മൽ അതപ്പുറത്ത് അവിടെ ബാക്കി ചെയ്യുന്ന സ്ഥലമില്ല. നോക്കൂ, എന്നാണ് നീട്ടാവുന്നതിന് ശേഷം സുക്കൂന് വന്നപ്പോ നീട്ടാൻ പറ്റൂല. വായിച്ചോളി. എന്താ വയ്യ? അടുത്തത് വായിക്കേ. മദ്ദക്ഷര ഹംസ വന്നു. അപ്പൊ എന്ത് ചെയ്യണം? മദ് മുത്തസിലാണ്, കൂടുതൽ കിട്ടണം കേട്ടാ. എന്താ വയ്ക്ക? فلا تنهر وأما السائل فلا تنهر. ഒരായത്ത് കൂടെ ഉണ്ട്, നോക്കൂ. എന്താ വയ്ക്ക? ഒരിനാളുണ്ട് അവിടെ.
നിഅമതി നിഅമതി റബ്ബിക ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു ഭാഗം എഴുതാണ്ട് فأما بنعمة ربك فحدث فأما بنعمة ربك فحدث. ഈ സൂറത്ത് മുതൽ അങ്ങുള്ള എല്ലാം ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സുന്നത്ത്. കാരണം റസൂൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. 15 ദിവസം വഹി വരാതെ സപ്പെട്ട് വിഷമിച്ചാണ് സൂറത്ത് ഇറങ്ങിയത്. സൂറത്ത് ഇപ്പോ വിഷയൊക്കെ ഉപരി സന്തോഷമുള്ള രീതിയിൽ വശലായിരിക്കും കളിയാക്കിയിരിക്കും രീതിയിൽ അതുപോലെ ആശ്വാസ വാക്കുകൾ അടങ്ങിയതാണ് ഈ സൂറത്ത്. എന്താ പറയുന്നേ, മാ വദ്ദഅക റബ്ബുക വമാ ഖല, അങ്ങയുടെ റബ്ബ് അങ്ങയോട് കോപിച്ചിട്ടില്ല, കൈവടിഞ്ഞിട്ടില്ല, കോപിച്ചിട്ടുമില്ല. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ആഖിറമാണ് നബിയെ ഈ ദുനിയാവിനേക്കാളും അങ്ങേക്ക് നല്ലത്, ആഖിറമാണ് ഉത്തമം എന്നത് ശേഷിക്കുന്നത് അതാണ്. വലസൗഫ, പിന്നീട് യൂതീക നബിയെ അങ്ങേക്ക് നമ്മൾ തരും, ആഖിറത്തിൽ ഒരുപാട് ദർജകൾ അങ്ങേക്ക് തരും. റബ്ബുക, അങ്ങയുടെ റബ്ബ്, ഫതല്ലാ, അങ്ങ് അപ്പൊ എന്താവും, തൃപ്തനാകും. അത്രമാത്രം ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് എന്ത് ചെയ്യും, അനുഗ്രഹങ്ങൾ എവിടെ വെച്ച് തരും, ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു പരലോകത്ത് വെച്ചിട്ട് തരും. അപ്പൊ ഫതല്ലാ, നബിയ അങ്ങ് തൃപ്തനാകും, അവിടെ ഇരുന്നോ, തൃപ്തനാകും. ഈ നബിയുടെ ജീവിതകാലത്ത് ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന നബിയുടെ അവസ്ഥയെ അള്ളാഹു ഒന്ന് ഓർമ്മപ്പെടുത്താം. എന്തെല്ലാം പ്രയാസങ്ങളിലാണ് നബി ഞങ്ങൾ ഉണ്ടായിരുന്നത്, പക്ഷെ അവിടെ നിന്നൊക്കെ അള്ളാഹു സന്തോഷത്തിന് റാഹത്തിന് നിങ്ങൾ ആക്കി തന്നില്ലേ. അല നജിദിക്ക, നബിയെ അങ്ങ് എത്തിച്ചില്ലേ, യതീമായിട്ടല്ലേ നബി ഞങ്ങൾ ജനിച്ചതൊക്കെ. പിന്നീട് അങ്ങേക്ക് നമ്മൾ സംരക്ഷണം നൽകിയില്ലേ. വജദക വാല്ലൻ, നബിയെ അങ്ങ് ഒരു നുബുവത്ത്, ഒരു പ്രത്യേക മതത്തിന്റെ നിയന്ത്രണത്തിന്, മതമില്ലാതെ ആയിരുന്നല്ലോ നബി അങ്ങ് ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങേക്ക് ഒരു മതം, അഥവാ പരിശുദ്ധമായ ദീൻ ഇസ്ലാം, നബിക്ക് ഖുർആൻ ഇറക്കി, നബിക്ക് നുബുവത്ത് കിട്ടി, നബിയെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നബി അങ്ങേ നമ്മൾ എത്തിച്ചില്ലേ. അങ്ങ് വളരെ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥയിലായിരുന്നില്ല നബിയെ. പിന്നെ അങ്ങ് നമ്മളെ ഐശ്വര്യനാക്കിയില്ല നബിയെ. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരി ആയ ഖദീജ ബീവി അങ്ങേ വിവാഹം ചെയ്തു. എന്നിട്ട് ഖദീജ ബീവിയുടെ സമ്പത്ത് മുഴുവൻ നബി അങ്ങേക്ക് തന്നു. അങ്ങനെ അങ്ങയെ സാമ്പത്തികമായി വലിയ ഉയരത്തിലേക്ക് എത്തിച്ചില്ലേ എന്ന് അല്ലാഹു ഖുർആനിൽ ചോദിക്കാം. വമ്മൽ യതീമ വലാ തഖ്റ, അതുകൊണ്ട് യതീമുകളൊന്നും ആട്ടി ഓടിക്കരുത്, യതീമക്കളെ സഹായിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ യതീമോടും യതീമിനെ സഹായിക്കുന്നവരും സ്വർഗത്തിൽ ഇതുപോലെയാണ്, ഈ വിരലുകൾ അടുത്തിരിക്കുന്നത് പോലെ എന്നോടൊപ്പം ഇത് കഴിയാമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ചോദിച്ചു വരുന്നവരെ ആട്ടി ഓടിക്കരുത്. നമ്മൾക്ക് കഴിയുന്ന രീതി അവന് അതിന് അർഹനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അറിയുന്ന രീതിയിൽ നമ്മൾ അവരെ കഴിയുന്ന രീതിയിൽ സഹായിക്കണം. അതുപോലെ റബ്ബിക വഹദ്ദീസ്, അങ്ങേക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അത് ഉറക്കനെ പറയാ, ഒരുപാട് അനുഗ്രഹങ്ങൾ നബി അങ്ങേക്ക് തന്നു. നമുക്കൊക്കെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ആ പ്രയാസം മാത്രമേ നമ്മൾ എടുത്ത് പറയുള്ളൂ. അള്ളാഹു എന്തെല്ലാം അനുഗ്രഹം നമുക്ക് നൽകിയില്ല, അനുഗ്രഹങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പറയില്ല. നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ ഈ ഖുർആൻ നബിക്ക് ആശ്വാസമാണ് ഈ സൂറത്ത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ ഖുറൈശികൾക്ക് ഉള്ള ഓരോ ആയത്തും മുഖത്ത് അടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര സന്തോഷമായി വന്നു ആ സൂറത്ത് ഇറങ്ങിയപ്പോ. അവർ റസൂൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സന്തോഷിച്ചു. നമ്മൾ സന്തോഷം വരുമ്പോ അല്ലാഹു അക്ബർ വിളിക്കൂലോ, അല്ലെ? പെരുന്നാളിന് അല്ലാഹു അക്ബർ അല്ലേ നമ്മൾ പറയുന്നത്. സന്തോഷം വരുമ്പോൾ അല്ലാഹു അക്ബർ. അപ്പൊ സൂറത്തുൽ ദുഹാ മുതൽ അവസാനം വരുന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയാൻ സുന്നത്തുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മതി. നിസ്കാരത്തിലൊക്കെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണ്ട, ഓർക്കനെ പറയാൻ നിൽക്കണ്ട, മെല്ലനെ പറഞ്ഞാൽ മതി. നിസ്കാരത്തിനും അല്ലാത്തപ്പോഴും ഒക്കെ ചെറിയ നിലയ്ക്ക് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സുന്നത്തുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഒന്ന് ഓതി നോക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാരും ബോർഡ് മൈക്ക് നോക്കാം. കറണ്ട് ഒന്ന് പോയി കേട്ടാ, വെളിച്ചം കുറഞ്ഞിട്ടുണ്ട്, കാണുന്നുണ്ടാവുമല്ലോ അല്ലെ? ഇൻഷാ അല്ലാഹ് നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ, ഇവിടെ നിർത്താം.
والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث صدق الله مولانا العظيم. കറണ്ട് പോയി, പിന്നെ എങ്ങനെ വിളിച്ചല്ലേ? ഇത് ഇൻവെർട്ടറിന്റെ വിളിച്ചാണ്. ഇവിടെ ഞാൻ പള്ളിയിലെ റൂമിൽ നിന്ന് ക്ലാസ് എടുക്കണേ. ഒരു ബൾബ് അവിടെ ഉണ്ട്. ആ ബൾബാണ് എന്നെ വിളിച്ചാണ് ഇവിടെ കണ്ടിരുന്നത്. അത് ഓഫായി, കറണ്ട് പോയപ്പോ അത് പോവും. ഇത് ഇൻവെർട്ടറാണ്, ഈ ട്യൂബ്. ഇവിടെ ട്യൂബും അവിടെ ബൾബാണ്. ക്ലിയർ ആവാൻ വേണ്ടി 2 ബൾബ് ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പള്ളി വിപുലീകരണം നടന്നപ്പോ ഒരു സൈഡിലുള്ള ബൾബൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഹാഫിദ് അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഖിറാഅത്തൊക്കെ കേട്ട് വളരെ നല്ല രീതിയിൽ സാവധാനം ഖുർആൻ ഓതി എഴുതി നന്നായി പഠിക്കാട്ടാ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ടോളി. Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. صدق الله العظيم. എല്ലാവരും 3 സ്വലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പടച്ചവനെ, ലോകരക്ഷിതാവായ റഹ്മാനുർ റഹീമായ അല്ലാഹ്, ഞങ്ങളോദിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നീ സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും പാകപ്പിഴവുള്ള വന്നുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ.
അള്ളാഹു ഞങ്ങൾ ഈ ചെലവഴിച്ച സമയം നാളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ മരണപ്പെട്ടുപോയുടെ ഖബറിലേക്ക് ഇതിനൊക്കെ മിഥില തവാബിനെത്തിക്കണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതാന് പഠിക്കാനൊക്കെ ഉള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. ഖുർആന് പല ആവർത്തി ഖത്മ് തീർക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകളൊക്കെ നീക്കി ഖൈറിലാക്കണേ അല്ലാ. റഹ്മാനായ SSLC കഴിഞ്ഞ മക്കളുണ്ട്, +2 കഴിഞ്ഞ മക്കളുണ്ട്. റബ്ബേ അവർക്കൊക്കെ അർഹമായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സീറ്റുകളൊക്കെ നൽകി റബ്ബേ അവരുടെ മത ഭൗതിക വിദ്യാഭ്യാസം നീ ഖൈറിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ മഹ്നുഫൽ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഓർമ്മശക്തി, ബുദ്ധിശക്തി, അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കൊക്കെ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നമ്മളുടെ ഈ ക്ലാസ്സുകളുടെ ലിങ്കുകൾ പരമാവധി ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഖുർആന്റെ തീരത്തേക്ക് അവരെയും കൂടി ക്ഷണിക്കാൻ നിങ്ങളൊരു ശ്രമം എപ്പോഴും നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.